ആരാ മുഅല്ലിം എന്നറിയോ? ആദ്യത്തെ മുഅല്ലിം ആരാ? മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ച ഇന്നമാ ബുഇസ്തു മുഅല്ലിമാൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ ദീന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി വന്നത്. അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഈ പ്രസ്താവനയോട് പറയുന്നത്. ചെറിയൊരു ഭാഗം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് വലിയ ശ്രദ്ധയുണ്ട്. إن الله وملائكته أهل السماوات وأهل الأرض وحتى النمل في جحرها وحتى الحوت في البحر يسلمون على المعلم الناس والخيرات مريض. ശ്രദ്ധിക്കണം, അല്ലാഹു ആകാശത്തിലുള്ള മലക്കുകളും എല്ലാ വസ്തുക്കളും, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, കടലിലുള്ള മത്സ്യങ്ങൾ, മാളത്തിലുള്ള ഉറുമ്പുകൾ, എല്ലാ വസ്തുക്കളും മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പതിനെട്ട് ആളുകൾക്കാവട്ടെ. ആവണോ? മുഅല്ലിമാണോ? ആവണോ? അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ സ്വാഗതം പറയാനാണ് കർത്തവ്യം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കമ്മിറ്റി പ്രസിഡന്റ് ഇബ്രാഹിമിക്ക, സെക്രട്ടറി മുജീബിക്ക, ട്രഷറർ ആദർക്ക, ബാക്കിയുള്ള എല്ലാ കമ്മിറ്റി മെമ്പർമാരെയും ഉസ്താദുമാരെയും ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും മറ്റൊരാളും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് മൗലൂദാണ് ആരംഭിക്കുന്നത്. മുസ്തഫ മുഹമ്മദ് الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزل البركة والنعمة والخير والراحة في مجلسنا هذا يا رب العالمين ببركة علمك يا حي يا قيوم وببركة علماء وسادات دينك يا رب العالمين. اللهم اجعل قبرنا وقبورهم وقبر من ماتوا منا من أهلنا ومن محلتنا يا رب العالمين روضة من رياض الجنة ولا تجعل قبرنا وقبورهم حفرة من حفر النيران. اللهم إنا قد جمعنا اللهم إنا قد حضرنا في هذا المجلس لسبب محبة علمك وعلماء الأخربيين يا رب العالمين. اللهم أعل درجاتنا ودرجاتهم يا رب العالمين. اللهم اجعل البركة في محلتنا ببركاتهم يا رب العالمين. اللهم اجعل أولادنا وأولاد هذه
هذه المدرسة صالحين نافعين في الدنيا والآخرة يا رب العالمين. اللهم اجعلنا من المتعلمين الذين يتعلمون علم لوجهك الكريم واهدنا إلى صراطك المستقيم. اللهم ارزقنا الإخلاص فيه يا رب العالمين. اللهم اجعلنا واجعل أهلنا من عبادك الصالحين. اللهم اجعلنا واجعل أهلنا وأولادنا ولوالدينا من أهل الجنة ولا تجعلنا وإياهم من أهل النار. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ മഹത്തായ സദസ്സ് നമ്മുടെ ഷഫീഖ് ഉസ്താദ് പറഞ്ഞതുപോലെ വളരെയധികം മഹത്വമുള്ള പുണ്യമുള്ള ഒരു സദസ്സാണ്. കാരണം 11,000-ൽ പരം മദ്രസകളിൽ ഇന്ന് ഇതുപോലെ 12 ലക്ഷത്തിന്റെ മേലെ വരുന്ന വിദ്യാർത്ഥികൾ, ഇൽമ പഠിക്കുന്ന മക്കൾ എല്ലാ മദ്രസയിലും ഇന്ന് ഒരുമിച്ച് കൂടി ഇതുപോലെ ഫാത്തിഹയും നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി ഇൽമ പഠിപ്പിച്ച, അതുപോലെ ഈ ഇൽമ പഠിക്കാനൊക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഉമറാക്കളും നമ്മുടെ മഹല്ലത്തിലുള്ള ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും ഈ സ്ഥാപനങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്ന, അതിനൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്ന സ്വദേശത്തും പ്രവാസ ലോകത്തുമുള്ള ഒരുപാട് നല്ല മനസ്സുള്ള മുഅ്മിനീങ്ങളുടെ സഹായം, അതുപോലെ നമ്മുടെ മഹല്ല് കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് റഹ്മാൻ ക, അതുപോലെ മഹല്ല് ജനറൽ സെക്രട്ടറി മുജീബ് ക, ട്രഷറർ നമ്മുടെ ഖാദർ ഹാജി, അതുപോലെ കുഞ്ഞി മുഹമ്മദ് ക, അതുപോലെ ബാബക്ക, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉമറാക്കള്, പേര് അറിയുന്നവരും അറിയാത്തവരും ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരും, അതുപോലെ മറ്റുള്ള നാടുകളിൽ നിന്ന് പങ്കെടുക്കുന്നവര് എല്ലാവരും ഉണ്ട്. അല്ലാഹു തആല ഈ മജ്ലിസ് എല്ലാ നിലക്കും ബറക്കത്തും ഖൈറുമുള്ള മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ മഹത്തായ മജ്ലിസിലേക്ക്, സദസ്സിലേക്ക് പായസം നൽകിയത് ഒരു സഹോദരനാണ്, ഒരു കുടുംബമാണ്. അവര് ഇത്രയും വരുന്ന ആളുകൾക്ക് പായസം ഒന്ന് പറഞ്ഞപ്പോഴേക്ക് മക്കൾക്ക് മുഴുവനുള്ള പായസം ഞങ്ങൾ കൊടുക്കാം, പ്രത്യേകം ദ്വാരക്കണേ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഇവിടേക്ക് ആ പായസം കൊണ്ടുവന്ന് ഇതിലൊക്കെ പങ്കെടുക്കുന്ന അവർക്ക് അല്ലാഹു വലിയ ഖൈറും ബറക്കത്തും നൽകട്ടെ. അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. ഇൽമിന് വേണ്ടി, ഉലമാഇന് വേണ്ടി, നമ്മുടെ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുന്ന, സേവനം ചെയ്തു അധ്വാനം കൊണ്ടുമൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവർ അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ, ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഈ മദ്രസയിൽ പഠിക്കുന്ന എല്ലാ പൊന്നുമക്കൾക്കും നീ നാഫിയായ ഇൽമ നൽകണം അല്ലാഹ്. ജീവിതത്തിലെ വലിയ ഉയർച്ചയും വളർച്ചയും നൽകണം അല്ലാഹ്. വലിയ സ്ഥാനങ്ങളിലേക്ക് അവരെ നീ ഉയർത്തണം അല്ലാഹ്. എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ, സമസ്തയിൽ നിന്ന് ഞങ്ങളെ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ട് 6 അടി മണ്ണാകുന്ന ഖബറിൽ കിടക്കുന്ന ഒരുപാട് ഉലമാ, സാദാത്ത്, ഉമറാ, ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെ ഒക്കെ ഹളറത്തിലേക്ക് ഇതിന്റെ മിസ്ല സവാബിനെ നീ നൽകണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മൾ കുറഞ്ഞ സമയം മൗലിദ് ഓതും. നമ്മള് പള്ളിപ്പറമ്പില് സിയാറത്തിന് വേണ്ടി പോണം എന്ന് നമ്മൾ വിചാരിച്ചതാണ്. പക്ഷെ കാലാവസ്ഥ
അനുകൂലമല്ലാത്തത് കൊണ്ട്, മഴ പെയ്താലോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ മൗലിദും അതുപോലെ തന്നെ ദുആയൊക്കെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ മദ്രസയിൽ ഉണ്ട് എന്നുള്ളത് താഴെയുള്ള ആളുകൾ അറിയണം. എന്താ കാരണം? നിങ്ങൾ ചൊല്ലണം, തൊള്ള തുറന്നിട്ട് ചൊല്ലണം. ഒരു 33 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, എന്നിട്ട് കുറച്ച് മൗലിദ് ചൊല്ലും, എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ ഈ മഹത്തായ മുഅല്ലിം ഡേ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇൻഷാ അല്ലാഹ് ഒരു സന്ദേശ പ്രഭാഷണം നടത്തും. അതുപോലെ തന്നെ ഉസ്താദുമാർ ഓരോരുത്തര് 1-2 മിനിറ്റ് ഈ മുഅല്ലിം ഡേയിൽ ആശംസ പറയും ഇൻഷാ അല്ലാഹ്. അതൊക്കെ കഴിഞ്ഞ് പായസം കുടിച്ചിട്ടാണ് നിങ്ങളൊക്കെ പോകേണ്ടത്. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം, അത് ഞായറാഴ്ച കൊല്ലത്തിൽ ഒരിക്കലാണ് മുഅല്ലിം ഡേ ഇൻഷാ അല്ലാഹ്. ഇവിടെ കവറ് അതെല്ലാ കുട്ടികൾക്കും ഇൻഷാ അല്ലാഹ് മുഅല്ലിം ഡേന്റെ കവറ് തരും. അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉമ്മാരി ഉപ്പാരി ഒന്നും ബുദ്ധിമുട്ടാക്കരുത്. നിങ്ങൾ കൊണ്ടുപോയിട്ട് പറയണം, ഇത് മുഅല്ലിം ഡേക്ക് ഉസ്താദുമാര് തന്ന കവറാണ്. അത് അടുത്ത ദിവസം വരുമ്പോ നിങ്ങൾക്ക് കഴിയുന്നത്, അതായത് മോശമല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കഴിയുന്ന സഹായം അതിൽ കൊണ്ടുവന്നാൽ മതി. ഇനി ഒരാളെ കയ്യിൽ ഒന്നുമില്ല, ഒരു ബേജാറാണ്ട ആവശ്യമൊന്നുമില്ല. ആ കവറ് ഭദ്രമായിട്ട് വീട്ടിൽ തന്നെ വെക്കുക. എന്നിട്ട് കഴിയുന്നവരൊക്കെ സജീവമായിട്ട് കൊണ്ടുവരിക. എല്ലാ മദ്രസിലും ഉണ്ട് ഇത് ചുങ്ക മദ്രസിൽ മാത്രമല്ല, എല്ലാ മദ്രസിലും ഉണ്ട്. അത് ഇവിടുത്തെ മദ്രസിലെ ഉസ്താദുമാർക്കുള്ളതല്ല. 1 ലക്ഷത്തിന്റെ മേലെ വരുന്ന ഉസ്താദുമാർക്ക് അവര് സുഖമില്ലാത്തവർക്കും അതേപോലെ വീടില്ലാത്തവർക്കും വലിയ വലിയ രോഗം ബാധിച്ചവർക്കും അതുപോലെ മരണപ്പെട്ടു പോയ ഉസ്താദുമാരെ കുടുംബത്തിനും 60 വയസ്സിന്റെ മേൽപോട്ടുള്ള ഉസ്താദുമാര് ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ കഴിയുന്നവർക്ക് അവർക്കൊരു സഹായം. ഇങ്ങനെയുള്ള ആവശ്യത്തിനാണ് ഈ പൈസ. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ഇൽമിന്റെ അതേപോലെ ഉസ്താദുമാർക്കുള്ള സഹായമാണ് എന്ന നിയ്യത്തിൽ നിങ്ങൾ ആ കവറിൽ കൊണ്ടുവരണം. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇന്ന് സ്റ്റാറ്റസ് ഡേ ആണ്. മുഅല്ലിം ഡേ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ നിങ്ങൾ നല്ല ഒരു A4 പേപ്പറിലോ അല്ലെങ്കിൽ നല്ല ഒരു ചാർട്ടിലോ നിങ്ങൾ നല്ല ഡിസൈൻ ചെയ്ത് ഇൽമിനെ പറ്റിയും അതേപോലെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ പറ്റിയും അതുപോലെ ഇൽമുമായി മദ്രസയുമായി ഇൽമുമായി ബന്ധപ്പെട്ട നല്ല നല്ല വരികൾ എഴുതിയിട്ട് ഹദീസും മറ്റുള്ളതൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് ഉസ്താദുമാരെ അതാത് ക്ലാസ് ഗ്രൂപ്പിലേക്ക് അയക്കണം. അതേപോലെ നല്ല ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികൾ നാളെ കൊണ്ടുവരണം. അതേപോലെ ഇന്ന് നിങ്ങൾ ഈ മുഅല്ലിമിന്റെ സ്റ്റാറ്റസിന്റെ ഓരോ കുട്ടികളും അങ്ങനെ എഴുതിണ്ടാക്കി നിങ്ങളെ കഴിവുകൾ പ്രകടിപ്പിച്ച് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ചെയ്യുന്നതിന് ഇൻഷാ അല്ലാഹ് നല്ല ഏറ്റവും ഉഷാറായി ചെയ്യുന്ന 3 ആളുകളെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് നല്ലൊരു സമ്മാനം കൊടുക്കും. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷഫീഖ് ഉസ്താദ് സമസ്തയെ സംബന്ധിച്ചുള്ള ഒരു 10-15 സമസ്തയെ പറ്റി മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, സ്ഥാപക ദിനത്തിൽ നിന്ന് ഒരു 10-15 ചോദ്യം ഉണ്ടാവും. അതിന് ഉത്തരം നിങ്ങൾ നാളെ എഴുതിയിട്ടോ വാട്സപ്പിലോ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മുഴുവൻ ശരിയായ കുട്ടിക്ക് നല്ല ഒരു സമ്മാനം ഇൻഷാ അല്ലാഹ് നൽകും. ഇത് ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ നമ്മളെ മൗലിദ് തുടങ്ങാണ്. എല്ലാവരും ഉന്മേഷത്തിൽ ചൊല്ലി, എല്ലാവരും ഉന്മേഷത്തിൽ ചൊല്ലി. ബാക്കിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കും, ബെഞ്ചോ ഡെസ്കോ അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. എല്ലാരും നല്ല ശബ്ദത്തില് നല്ല റാഹത്തില് നിങ്ങൾ എല്ലാരും ഉറക്കനെ ചൊല്ലി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ അക്രം الخلق ما لي
ألوذ به سواك عند حلول الحديث الأمين مولاي على حبيبك خير الخلق كلهم وعلي ذكر رسول الله جاهك به إذا الكريم تحلى باسمي منتقم مولاي لم دائما أبدا على حبيبك خير كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفسي لا تقنطي من زلات عظمت إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير كلهم لعل رحمة ربنا يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخدم مولاي صل وسلم دائما أبدا على حبيبك خير كلهم والطف بعبدك في دارين إن له صبرا ما تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذل لصحب صلاة منك دائمتي على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على
حبيبك خير الخلق كلهم والآل والصحب ثم التابعين له أهل التقى والنقى والحلم والكرم مولاي صل وركنا چلڑ دائما أبدا على حبيبك خير كلهم مارنات أدبات البني ديه صباح وأطراب العيسى ذي العيسي بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير الخلق كلهم الله നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യട്ടെ. ഇതിനൊക്കെ മിസ്ല സവാബിന് ആദം നബി അലൈഹിസ്സലാം മുതൽ മുസ്തഫായ നബി തങ്ങൾ വരെയുള്ള 1,24,000 അംബിയ മുർസലീങ്ങൾ, ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഒരുപാട് മഹത്തുക്കളായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങള്, സദാത്തീങ്ങള്, ഇഖ്വാനീങ്ങള്, സഹോദരങ്ങൾ, ഉമറാക്കള്, അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ,
നമ്മുടെ മഹല്ലത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, പല പള്ളിപ്പറമ്പിലും അന്ത്യവിശ്രമം കൊള്ളുന്നവർ, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ വന്യരായ നമ്മൾ ഇൽമു പഠിപ്പിച്ച ഒരുപാട് ഉസ്താദുമാര്, അതുപോലെ വെല്ലിപ്പമാര്, വെല്ലിമ്മമാര്, ജ്യേഷ്ഠാനുജന്മാര്, സഹോദര സഹോദരിമാര്, നമ്മുടെ സ്നേഹിതന്മാര്, കൂട്ടുകാര്, സഹപാഠികള്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിച്ച ഒരുപാട് മുഹിബ്ബീങ്ങള്, സഹായിച്ചവര്, ഭക്ഷണം നൽകി പാനീയം നൽകി പഠിപ്പിക്കുന്ന സമയത്തൊക്കെ സഹായിച്ച പലരും ആറടി മണ്ണാകുന്ന ഖബറിലാണ്. അതുപോലെ പ്രളയത്തിലും ദുരന്തത്തിലും കോവിഡ് ബാധിച്ചും അപകടത്തിലും യുദ്ധങ്ങളിലുമൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവര്, ഭാര്യമാര് മരണപ്പെട്ടവര്, ഭർത്താക്കന്മാര് മരണപ്പെട്ടവര്, മക്കള് മരണപ്പെട്ടവര്, മരുമക്കള് മരണപ്പെട്ടവര്, എല്ലാവരുടെ ഹളറത്തിലേക്കോ, എല്ലാ മുഅ്മിനീങ്ങളെ ഹളറത്തിലേക്കോ അല്ലാഹുവേ ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ഓതിയ, ഞങ്ങൾ ചൊല്ലിയ എല്ലാം നീ അതിന്റെ മിസ്ലു സവാബിനെ അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ റഹ്മാനേ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദുമാര്, സയ്യിദന്മാര്, ഉമറാക്കൾ എല്ലാവരുടെ ഹളറത്തിലേക്കും എത്തിക്കണം അല്ലാഹ്. ഈ മഹല്ലിന്റെ തുടക്കം മുതൽ ഈ സമയം വരെ പലരും പ്രവർത്തിച്ച് ഇന്നാറടി മണ്ണാകുന്ന ഖബറിലിന്റെ എല്ലാവരുടെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. ഈ പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങളെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ഈ മഹത്തായ മുഅല്ലിം ഡേയുടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ മഹല്ലി പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നിർവഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വളരെ ആദരവോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളെ, ഉസ്താദുമാരെ, സഹോദര വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് വല്ലയാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളോളം നമ്മൾ ഇന്ന് പഠിപ്പിച്ച ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത നമ്മുടെ പൂർവികരായ ഉസ്താദുമാർ ഇന്ന് എത്രയോ പേര് മണ്ണടിക്കാനുള്ളത്. അവർക്ക് വേണ്ടിയുള്ള അവരുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ, അവരൊരു ഓർമ്മിപ്പിക്കലും അതും കൂടെ ഇന്നത്തെ ഈ പരിപാടി, ഇന്നത്തെ ദിവസമാണ് അതിൻ്റെ വർഷമാണ് 13-ാം തീയതി കാണുന്നത്. ഓരോ വർഷത്തെ ഓരോ ഞായറാഴ്ച ദിവസം കൊണ്ട് ആഘോഷിക്കൽ. അപ്പൊ ഇന്നത്തെ ഈ പരിപാടി നമ്മളെ അറിയാലോ, നമുക്ക് പൂർവികർ ഇന്നത്തെ കാലഘട്ടം പോലെയല്ല. മുൻ കാലഘട്ടം വളരെ ത്യാഗങ്ങൾ സഹിച്ചു, ബുദ്ധിമുട്ടുകൾ, വേദനകൾ അറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ ബിൽഡിങ്ങുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടം. ഓല കൊണ്ട് മേഞ്ഞ മദ്രസ് വരെ ഉണ്ടായ കാലം. അന്നത്തെ കാലം മുതൽ ഇന്നത്തെ ഈ കാലം വരെ നമ്മളുടെ ഉസ്താദുമാർ ദീനിനു വേണ്ടി വളരെ ത്യാഗം സഹിച്ച് നമ്മുടെ ഇൽമ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടം അറിയാലോ, ഇനിയിപ്പോ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഇപ്പൊ അറിയാലോ. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ഇൽമിന്റെ വിദ്യാഭ്യാസം ഇനി എങ്ങോട്ടാണ് പോകുന്നത് അറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മക്കളായ നിങ്ങളോട് പറയാനുള്ളത് 10 മിനിറ്റെങ്കിലും 10 മിനിറ്റ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ആ പാഠഭാഗങ്ങൾ ഉൾക്കൊണ്ട് നല്ലതായി പഠിക്കണം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇന്നത്തെ പരിപാടി എല്ലാവിധ മറ്റു കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇങ്ങനെയാണ് നല്ല ഉഷാറായിട്ട് നല്ല ആവേശത്തില് നിങ്ങളെല്ലാത്തിനും നല്ല മോട്ടിവേഷൻ ചെയ്ത് ഇങ്ങനെ കയ്യൊക്കെ അടിച്ച് നല്ല ആവേശം കൊള്ളണം. അതേപോലെ 1-2 ഉസ്താദുമാര് പേക്കുന്നു, സൈഡുന്നു, മഞ്ഞൊക്കെ നല്ല കളറിൽ വീഡിയോ എടുക്കും. ഇനി അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട മഹല്ല് സെക്രട്ടറി മുജീബുക്ക ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ മാലികയുടെ സന്ദേശ ഭാഷണം നടത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ്, മഹല്ല് പ്രസിഡന്റ്, കമ്മിറ്റി ഭാരവാഹികളെ,
രക്ഷിതാക്കളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭയാണ്. അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കേരളത്തിന് പുറത്തുമായി വിദേശ രാജ്യങ്ങളിലൊക്കെയായി ഏകദേശം 11,000-ഓളം മദ്രസകളിലായി 1 ലക്ഷത്തോളം മൗലവികൾ ദീൻ പഠിപ്പിക്കുന്നതിന് സേവനസന്നദ്ധരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അവർക്ക് നമ്മൾ കൊടുക്കുന്ന തുച്ഛമായ ശമ്പളമാണ്. കൂടി വന്നാലും 8,000-9,000 രൂപയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. നമുക്കറിയാം, ദിവസം 1,000-1,500 രൂപ വേതനം കിട്ടിയിട്ട് പോലും ഒരു കുടുംബം പോറ്റാൻ സാധിക്കാത്ത ഈ അവസ്ഥയിൽ തുച്ഛമായ ശമ്പളം വാങ്ങിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വളരെ ത്യാഗം സഹിക്കുന്ന നമ്മുടെ മുഹല്ലമികളെ അവരെ സ്മരിക്കുകയും അതുപോലെ തന്നെ ഈ സംവിധാനം ഇവിടെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികരായ ഒരുപാട് ആലിമുകളും പണ്ഡിതന്മാരും ഉമറാക്കളും നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്നു പോയിക്കൊണ്ട് തന്നെ മദ്രസ പ്രസ്ഥാനം സ്ഥാപിക്കുകയും മദ്രസ പ്രസ്ഥാനം സ്ഥാപിക്കും പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടെ പറഞ്ഞു പോയ മർഹൂം ബാഫക്കി തങ്ങൾ മഹാനവറുകളാണ് കേരളക്കരയിൽ മദ്രസ പ്രസ്ഥാനം സ്ഥാപിക്കാൻ വേണ്ടി ഇതിന് അടിത്തറ പാവുകയും അത് സ്ഥാപിക്കുകയും ചെയ്ത്. അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ നമുക്കറിയാം, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് പോലുള്ള ആളുകളും ഇന്ന് പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആലിമുകളും ഉസ്താദുമാരും ഉമറാക്കളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ വർഷത്തിലൊരിക്കൽ നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ചിട്ട് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മഹല്ലത്തിലും ഈ ഇന്ന് കാണുന്ന ഈ മദ്രസയും പള്ളികളും മറ്റ് സ്ഥാപനങ്ങളെല്ലാം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും നമ്മോട് ഇവിടെ പോയി ചെയ്തിട്ട് അവർക്കെല്ലാവർക്കും അള്ളാഹു സർവശക്തനായ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നേരത്തെ ഉസ്താദ് പറഞ്ഞ മൂല്യങ്ങൾക്കുള്ള ആ ഫണ്ട് ശേഖരണം നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി അറിയിക്കുകയും നല്ലൊരു സംഖ്യ നമ്മുടെ മദ്രസയിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കൊടുത്തതുപോലെ തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇനി നമ്മുടെ സദസ്സിനെ അഭിമുഖീകരിച്ച് ആശംസ ഭാഷണം നടത്തും. ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും ഈ മദ്രസയും ഈ പ്രയത്നിച്ചിട്ടുള്ള എല്ലാവർക്കും നിങ്ങളുടെയും നമ്മളെല്ലാവരെയും ദുആ ചെയ്യണമെന്നും ഈ നമ്മൾ ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് ശേഖരണം ആവശ്യത അനുഭവിക്കുന്ന ഉസ്താദുമാർക്കും പിന്നെ ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ രോഗിയായി കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണമാണ്. അതെല്ലാം നിങ്ങളും വീട്ടിലെത്തിച്ചുകൊണ്ട് കവറുകൾ വീട്ടിലെത്തിച്ചുകൊണ്ട് എല്ലാ രക്ഷിതാക്കളോട് പറഞ്ഞ് കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മഹത്തായ മുഅല്ലിമിന്റെ
ഈ സംഗമത്തിൽ സി വി കുഞ്ഞക്ക, സി സലീം, വി പി ബാബക്ക, ഉമ്മർക്ക, അതുപോലെ ഹാജി ഇബ്രാഹിംക, സി വി അഷ്കർ സാഹിബ്, അതുപോലെ ഈ വേദിയിലുള്ള നമ്മുടെ മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ, അതുപോലെ തന്നെ ഷഫീഖ് മൗലവി, അതുപോലെ മദ്രസ ഉസ്താദുമാര് എല്ലാവർക്കും ഈ മാലിന്യയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ഈ മഹത്തായ സദസ്സിൽ പങ്കെടുത്ത് ധന്യമാക്കിയ എന്റെ പ്രിയപ്പെട്ട മദ്രസയിലെ പൊന്ന മക്കൾക്കും ഈ മഹത്തായ സദസ്സിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട സ്വദേശത്തും വിദേശത്തുമുള്ള സഹോദരങ്ങൾക്കും ഒക്കെ ഈ മാലിന്യ മഹാ സദസ്സിന്റെ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആശംസ പറയാൻ സി വി കുഞ്ഞുക്കാരെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, മറ്റ് സ്നേഹ സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികൾ, ഇത്തരം ഒരു സ്ഥാപനത്തിന് അടിത്തറപ്പാകിയ ഒരു മഹാനേതാവ്, കേരളത്തിൽ ആദ്യമായി ഇത്തരം ഒരു പരിപാടിക്ക് അടിത്തറപ്പാകിയ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും സ്മരിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ഇത്തരം സ്ഥാപനങ്ങൾ, അതായത് നിലത്തിരുന്നു കൊണ്ട് പോത്തുപള്ളിയിൽ നിന്ന് മദ്രസ സ്ഥാപന ഇതിലേക്ക് പുരോഗമനം നയിപ്പിച്ച മഹാനായ തങ്ങളവറുകൾ ഈ അവസരം നമ്മൾ സ്മരിക്കുന്നു. ആയതിനാൽ ഇത്തരം പരിപാടികൾ നടത്തിയ എൻ്റെ ബഹുമാനപ്പെട്ട ചുങ്കമ്മാലിൽ ഉസ്താദുമാരും കമ്മിറ്റിക്കാർക്കും വിദ്യാർത്ഥിനികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നു കൊള്ളുന്നു. വാഹിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ഈ തണുപ്പത്ത് ക്ഷീണിച്ച് ഉറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. ബുദ്ധിമുട്ടൊക്കെ. അതുപോലെ പായസം ഉണ്ടാവും. കഴിഞ്ഞ ഒരു ദിവസം ഉസ്താദ് പറഞ്ഞിരുന്നതിക്ക് ഒരു നല്ല മധുരം തരാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് മയക്ക് വന്ന് ലീവായി പോയില്ലേ. അതുകൊണ്ട് നാളെ ഇൻഷാ അല്ലാഹ് മിഠായി എല്ലാവരും. അതേപോലെ ഇന്ന് ഇൻഷാ അല്ലാഹ് പായസം ഉണ്ടാവും. ഇനി നമ്മുടെ ഓരോ ഉസ്താദുമാരും പെട്ടെന്ന് വന്ന് നമ്മുടെ മാലിന്യ സന്ദേശം കുട്ടികൾക്ക് കൈമാറണം. 1-2 മിനിറ്റ് മതി. എല്ലാവരും ഇതിലെ പങ്കാളികളാവലാണ്. അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ സി വി അഷ്കർ സാഹിബ് അമ്പലത്തിൽ നമ്മുടെ പിന്നെ കുഞ്ഞിക്കാന്റെ സി വി കുഞ്ഞിക്കാന്റെ മകനാണ്. പ്രത്യേകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പായസം നൽകിയിട്ടുള്ളത്. ഇന്ന് എല്ലാവർക്കുള്ള പായസം നൽകിയത് അദ്ദേഹമാണ്. അതേപോലെ ഉപ്പാക്കുമാകും പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും അല്ലാഹു മാതാപിതാക്കളുടെ നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളൊക്കെ പൊന്നു ഉമ്മമാരും ഉപ്പമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകട്ടെ. ഇൽമ പഠിപ്പിച്ചത് ഇന്നത്തെ ദിവസമാണല്ലോ. ഇൽമ പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാര് അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തും ആരോഗ്യം ഇസ്സത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ഇന്ന് പായസം നൽകിയ അഷ്കർക്കാന്റെ ഉമ്മ ഇപ്പൊ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സർജറി ഒക്കെ കഴിഞ്ഞ് ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വിശ്രമിക്കാം. അല്ലാഹു തആല പൂർണ്ണ ശിഫാവും ആഫിയത്തും ആരോഗ്യവും ബുദ്ധിമുട്ടില്ലാതെ റാഹത്തിൽ അല്ലാഹു തആല ഇബാദത്ത് ചെയ്യാനും നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു പൂർണ്ണ ശിഫാ നൽകുമാറാകട്ടെ. ആരെല്ലാം എന്തെല്ലാം നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ ഇൽമിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹുവിന്റെ നൂറിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ഒക്കെ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഷഫീർ ഉസ്താദ് മാലിന്യയുടെ ഒരു സന്ദേശം നൽകും.
ഉസ്താദ്, മഹലിൻ്റെ പ്രസിഡന്റ് ബഹുമാനിക്ക മുജീബക്ക, അതുപോലെ വേദിയിലുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന മഹത്തായ അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള ഒരു മതപഠനശാലയിൽ വന്നുകൊണ്ട് ചെറുപ്പം മുതൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്തായ വിജ്ഞാനം ഇൽമു പഠിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത്. ഇവിടെ എൻ്റെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ മുൻഗാമികളായ ആളുകളാണ്, മഹാന്മാരാണ് ഇത്തരത്തിലുള്ള ഈ സംരംഭത്തിന് തുടക്കം കുറിച്ച് കഠിനാധ്വാനം ചെയ്ത് ഇത്രയും വലിയ ഉന്നതിയിലേക്ക് നമ്മളെ എത്തിച്ചത്. കൂട്ടത്തിൽ ഇന്ന് നാം മുഅല്ലിം ഡേ, ഉസ്താദുമാരുടെ ഡേ നാം ഇന്ന് കൊണ്ടാടുമ്പോൾ നമുക്ക് അലിഫ് മുതൽ പഠിപ്പിച്ചു തന്ന ഇത്രത്തോളം എത്തിച്ച ഒരുപാട് ഉസ്താദുമാർ, അല്ലാഹു അവരുടെ ഖബറിലാണുള്ളത്. അവരെ പരലോകം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പറയുന്നു, നമ്മുടെ മദ്രസ പ്രസ്ഥാനമൊക്കെ ഇന്ന് വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്നൊക്കെ അല്ലാഹു തആല നമുക്ക് സലാമത്ത് നൽകി നമ്മുടെ മതപഠനം, ഇസ്ലാമിക പഠനം പൂർവോപരി ഉന്നതിയിലേക്ക് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല എത്തിച്ചു തരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തത് ഹുസൈൻ ഉസ്താദ്, അതിനടുത്തത് നമ്മുടെ അബൂബക്കർ ഉസ്താദ്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഓരോ ഉസ്താദുമാരെ പെട്ടെന്ന് വന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ദുആ ചെയ്യണം. അത് കഴിഞ്ഞാൽ പായസം കുടിച്ച് നമുക്ക് പോവാം. വീണ്ടും ഓർമ്മപ്പെടുത്താണ്, കിസ് പ്രോഗ്രാം ആരും മറന്നു പോയത് ഗ്രൂപ്പിലിടും, നിർബന്ധമായിട്ട് ഗ്രൂപ്പിലിടും. അതേപോലെ സ്റ്റാറ്റസിന്റെ ഒരാൾ മറന്നു പോണ്ട. പിന്നീട് അതിന്റെ സമ്മാനമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് പങ്കെടുക്കുകയും പിന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല. അതേപോലെ ഉസ്താദുമാരോടും ഈ മദ്രസയോടും ഒക്കെ സ്നേഹം ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ് എല്ലാവരും പങ്കെടുത്ത് നല്ല എഴുത്തുകളും കുറിപ്പുകളും ഒക്കെ സ്റ്റാറ്റസ് വെച്ച് കൊണ്ടുവരണം. ഷൗക്കത്ത് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഫായിലിന്റെ സന്ദേശം നൽകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ ഈ വർഷത്തെ മുഅല്ലിമിന്റെ വളരെ ഭംഗിയായി ഇൻഷാ അല്ലാഹ് നടന്നു. ഇങ്ങനെ ഒരു അവസരമുണ്ടാക്കിയത് സംസ്ഥകളുടെ ജനീയത്തിൽ മുഅല്ലിം ഡേ എന്നൊരു പരിപാടി ആസൂത്രണം ചെയ്തത് നമ്മളെല്ലാവരും. കുട്ടികളൊക്കെ അടങ്ങിയേക്ക്. ആരാ വർത്താനം പറയുന്നത്? ഇങ്ങനെ ഒരു ദിവസം നമുക്ക് നൽകിയത് നമ്മളുടെ അധ്യാപകർ, ഉസ്താദുമാരെ ഓർക്കാൻ വേണ്ടിയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, അവരെയെല്ലാം പഠിപ്പിച്ച ഉസ്താദുമാർ ഇന്ന് പലരും അസുഖമായി കിടക്കുന്നവരാണ്, പലരും മരണപ്പെട്ടു പോയവരാണ്. അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ സുഖമില്ലാതെ കിടക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർക്കൊരു ഫണ്ട് കളക്ഷൻ സ്വരൂപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉസ്താദുമാരെ ഓർക്കുന്നത് പോലെ നിങ്ങളെ 1ാം ക്ലാസ് മുതൽ പഠിപ്പിച്ച ഉസ്താദുമാർ, നിങ്ങളുടെ മാതാപിതാക്കളെ പഠിപ്പിച്ച അധ്യാപകർ, ഉസ്താദുമാർ എല്ലാവരെയും ഓർക്കുകയും അവർക്കെല്ലാം പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലും നമുക്ക് വലിയ മദ്രസയും പള്ളിയും ഉണ്ടാക്കി എല്ലാ സൗകര്യവും ചെയ്തു തന്ന ഈ നാട്ടിലെ പഴയകാല
മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയ ഇവിടെയുള്ള ഉമ്മമാരും ഉപ്പമാരും അവരെല്ലാം ഓർക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യേണ്ട അവസരമാണ് മുഅല്ലിമിന്റെ. അതിനു വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, വിദ്യാർത്ഥിനികൾ, ഇവിടെ വെച്ച് മുഅല്ലിമിന്റെ അഥവാ അധ്യാപക ദിനം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം എല്ലാവരും വിശദീകരിച്ചു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നല്ല രീതിയിൽ പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ഒന്ന് നിശബ്ദരായിരുന്നേ. നമുക്ക് പായസം കുടിക്കണ്ടേ? രാവിലെ വന്ന കുട്ടികൾക്കൊക്കെ പോകാൻ ടൈമായിട്ടുണ്ട്. എത്രയും വിട്ടുതരാം. പോകുന്ന സമയത്ത് പായസം മേടിച്ചിട്ട് പോകണം. നിങ്ങൾ ഇതുവരെ രാവിലെ മുതൽ ഇതുവരെ ഈ സമയം തുടങ്ങിയിടം മുതൽ ഇതുവരെയും പറഞ്ഞതൊക്കെ നിങ്ങളൊക്കെ കേട്ടു. അനുസരിക്കണം. ഉസ്താദുമാർക്ക് വേണ്ടിയുള്ള ഒരു മുഅല്ലിം ഡേ എന്ന നിലക്ക് നിങ്ങളിൽ ഏൽപ്പിക്കുന്ന കവറുകളിൽ പരമാവധി സഹായങ്ങൾ ചെയ്ത് കൊടുക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ സാധുക്കളായ ഉസ്താദുമാർക്ക് വേണ്ടിയുള്ള ഫണ്ടുകളാണ്. അത് ഇവിടെയുള്ള ഉസ്താദുമാർക്കുള്ളതല്ല. സമസ്തയിലേക്ക് എത്തിയിട്ട് അവിടുന്ന് അവർ തിരഞ്ഞെടുക്കുന്ന സുഖമില്ലാത്ത ആളുകൾക്കും, അതുപോലെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളുള്ള ആളുകൾ, അതുപോലെ വീടില്ലാത്തവർ, ഇതുപോലത്തെ ആളുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു കളക്ഷനാണ്. അതിനാണ് ഈ ഒരു മുഅല്ലിം ഡേ എന്ന ഒരു ദിവസം അതിനായി നീക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പരമാവധി അതിനോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നൽകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നിങ്ങൾ കുറഞ്ഞ സമയമേ നിങ്ങളെ നല്ല ഇതുപോലെ ഉഷാറായിട്ടിരിക്കും. നമ്മുടെ മദ്രസയുടെ ലീഡറായിട്ട് വന്ന ഇൻഷാ അല്ലാഹ് എല്ലാ സ്ഥാനാർത്ഥികളും 9 സ്ഥാനാർത്ഥികളും നമ്മുടെ മദ്രസ ഇലക്ഷൻ പാർലമെന്റിലെ മെമ്പർമാരാണ്. അത് ഇൻഷാ അല്ലാഹ് ഈ കാക്കൊല്ല പരീക്ഷ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഇറങ്ങുക. കാരണം ഒരുപാട് മഴയും കാറ്റൊക്കെ വന്ന് ലീവ് വന്നതുകൊണ്ട് ക്ലാസുകൾ നടക്കാതെ പോയാൽ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി പരീക്ഷ കഴിയുന്നത് വരെ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് നല്ല ഈ മുഅല്ലിമിന്റെ നല്ലൊരു ഗാനം നമ്മുടെ മുഹമ്മദ് റയാൻ ഒരു നല്ല ഗാനമാണ്. അടുത്തൊരു ഗാനം നമ്മുടെ റയാൻ ഗാനത്തിന് വേണ്ടി റയാൻ. അത് ഓട്ടോമാറ്റിക് പോയിട്ട്. അസ്സലാമു അലൈക്കും. ആദിയിൽ നാദനമൈത്തെ ആദമിൻ മുമ്പേ ഉദിത്തെ ആദര നൂറായി പടിത്തെ ആലത്തിനാകെ മുത്തേ
വഴികൾ ഖുർആനിലുണ്ട് വഴികൾ മുന്തുന്ന മന്ത്രധ്വനികൾ ഖുർആനിലുണ്ട് വഴികൾ വഹിയുമായി വന്നണഞ്ഞു ജിബ്രീൽ ഇഖ്റ മൊഴിഞ്ഞു ജബലുന്നൂർ താഴ്വരയിൽ ഹിറാ ഗുഹ സാക്ഷിയായി ജബലുന്നൂർ താഴ്വരയിൽ ഹിറാ ഗുഹ സാക്ഷിയായി ആദിയിൽ നാദനമൈത്തെ ആദമിൻ മുമ്പേ ഉദിത്തെ ആദര നൂറായി പടൈത്തെ ആലത്തിനാകെ മുത്തേ ആലത്തിനാകെ മുത്തേ അടുത്ത ഒരു ഗാനം നമ്മുടെ ഫാമിലി വായിച്ചു സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം അത്രമേൽ പാപങ്ങൾ ചെയ്തു ഞാനെന്നാലും പാടി മറന്നിടാനായി ഇത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം അത്രമേൽ പാപങ്ങൾ ചെയ്തു ഞാനെന്നാലും പാടി മറന്നിടാനായി ഇന്നെങ്കിലും തിരുമണ്ണിലെത്താൻ എന്തു ചെയ്യും ഞാനീ കോലത്തിൽ എന്താണേലും മതിഹില്ലാലിന്നാൽ മതിയെ പറഞ്ഞിന്നാൽ നോക്കുമോ ഈ പാപത്തിൽ എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തു ഞാനെന്നാലും പാടി മറന്നിടാനായി പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട് പതികനിലൊരു ദിനവും കണ്ടിടാത്ത വ്യഥയുണ്ട് ഇലകളൊഴിഞ്ഞൊരേ മരത്തിനെന്തു നിറമുണ്ട് ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കറയുണ്ട് കൽവൊന്നടുപ്പിക്കണം നീറും കനലാറി തണുപ്പിക്കണം മൗത്തിൻ മുന്നേ തിരുമുഖമത് വിരിയണ ചെറുപ്പൂന്തോട്ടമായിടണം ആവോളം ആ തേനും നുകർന്നിടണം എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തു ഞാനെന്നാലും പാടി മറന്നിടാനായി ഇന്നെങ്കിലും തിരുമണ്ണിലെത്താൻ എന്ത് ചെയ്യും ഞാനീ കോലത്തിൽ എന്താണേലും മതിഹില്ലാലിന്നാൽ മതിയെ പറഞ്ഞിന്നാൽ നോക്കുമോ ഈ പാപത്തിൽ അസ്സലാമു അലൈക്കും വളരെ മനോഹരമായ നല്ല നല്ല ഗംഭീരമായ മനോഹരമായ നമ്മുടെ ഈ സദസ്സ് വളരെയധികം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ ഇനി നമ്മൾ മാറി വാങ്ങിക്കുകയാണ്
എല്ലാവരും ശബ്ദം നിർത്തി. അള്ളാന്റെ കലാമായ വർത്താനം പറഞ്ഞാൽ വലിയ നഷ്ടം. 5 കാര്യങ്ങള് മരണസമയത്ത് എത്ര കാര്യം? 5 കാര്യങ്ങൾ മരണസമയത്ത് ഈമാൻ കിട്ടാതെ നിങ്ങൾ കേൾക്കണം. സംസാരിക്കുന്നത് മണ്ടകൊന്നു അപ്പോ 5 കാര്യങ്ങൾ മൗത്തിന്റെ സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു. ഒന്ന് എന്താണെന്നറിയോ? ബാങ്ക് കൊടുക്കുന്ന സമയത്ത്. മുത്തനബി പറയാ, ഒന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേര് നബിയുടെ പേര് കേൾക്കുമ്പോ വർത്തമാനം പറഞ്ഞ ഈമാൻ നഷ്ടപ്പെട്ടു. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിയൂല. 2 വേഗം പറയാം, ഖുർആൻ ഓതുന്ന സമയം. അൽ കലാമു ഇന്ന സമാഅത്തുൽ ഖുർആൻ ഓതുന്ന സമയം. 1 ബാങ്കിന്റെ സമയം, 2 ഖുർആൻ ഓതുന്ന സമയം, 3 നന്മയും നന്മ കൽപ്പിക്കുമ്പോ തിന്മ വിരോധിയോട് മൂന്നാമത്തെ നല്ല കാര്യം ഉപദേശിക്കുമ്പോ മോശപ്പെട്ട കാര്യം വേണ്ട എന്ന് ഉപദേശിക്കുമ്പോ അതിനെ പരിഹസിക്കുക. 4ാമത് സ്വാലിഹീങ്ങളെ പറ്റി അപവാദം പറയും. നല്ല സ്വാലിഹീങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളെ പറ്റി വേണ്ടാത്തത് പറയും. 5ാമത്തേത് ഹറാമായ കാര്യത്തിന് ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക. സിനിമ കാണുക, വേണ്ടാത്ത മോശപ്പെട്ട ഹറാമായ കാര്യങ്ങളുണ്ടല്ലോ, അതൊരു വിലയും കൽപ്പിക്കാതിരിക്കുക. അവർക്ക് ഹറാമല്ലേ, പലിശ ഹറാമല്ലേ, കള്ളുകുടി ഹറാമല്ലേ, മോശപ്പെട്ട സ്വപ്നക്കാരുടെ ഹറാമല്ലേ, ഏത് ചെയ്യണേ ഹറാമല്ലേ. പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക. എന്ത് ഹറാമെന്ന് ചോദിക്കും. അങ്ങനെ അതിനൊന്നും വിലയില്ലാതെ ഇങ്ങനെ 5 കാര്യം കൊണ്ട് മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ പറഞ്ഞേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ ബിസ്മില്ലാഹിർ الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. എല്ലാവരും ഓർക്കനോദി. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس قرش لا إله إلا الله جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم صلاة ترضيك وترضى بها عنا يا أرحم الراحمين اللهم إنا نسألك رحمتك ونرجو مغفرتك يا رب العالمين أوصل اللهم ثواب قراءتنا وبركة دعائنا وبركة مجلسنا هذا اللهم تقبل نيتنا وقراءتنا وسورة الفاتحة والإخلاص والمعبدة وتهليلنا ومولدنا ومجلسنا هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى روضة حبيبنا سيدنا مصطفى محمد صلى الله عليه وسلم الله رحمن يا رب ഞങ്ങളെ ഈ മുഅല്ലിമിന്റെ മജ്ലിസ് നീ കബൂലാക്കണം അല്ലാഹ് പൊന്നു മക്കളുടെ ആമീൻ നീ കബൂലാക്കണേ അല്ലാഹ് ഈ മജ്ലിസിലുള്ള മുഅ്മിനീങ്ങളെ ആമീൻ നീ കബൂലാക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ നിന്റെ ഇൽമ പഠിക്കുന്ന പൊന്നു മക്കളാണ് ആമീൻ നീ കബൂലാക്കണേ അല്ലാഹ് പടച്ച റബ്ബേ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ് ആരോഗ്യം നൽകണേ
നൽകണേ റബ്ബേ, ദീർഘായുസ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഈ മജ്ലിസിൽ ചെയ്ത എല്ലാ ഹസനാത്തുകളും എല്ലാ ഖൈറാത്തുകളും സാലിഹാത്തുകളും ഞങ്ങൾ നിയ്യത്ത് ചെയ്ത എല്ലാവരുടെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. എല്ലാവരുടെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. പടച്ചറപ്പേ, ഞങ്ങളും മരണപ്പെട്ട് ഞങ്ങളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കാരം നിർവഹിച്ച് 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഈ അമലുകളൊക്കെ തുണയാക്കണം അല്ലാഹ്, കാവലാക്കണേ അല്ലാഹ്. പടച്ചറപ്പേ, ഞങ്ങളെ മക്കളെ നീ പഠനങ്ങളിൽ നീ ഉയർച്ച നൽകണേ അല്ലാഹ്, ബുദ്ധിശക്തി നൽകണേ അല്ലാഹ്, മനഃപാഠമാക്കാനുള്ള ശക്തി നൽകണേ അല്ലാഹ്, നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലാഹ്. പടച്ചറപ്പേ, ഈ മജ്ലിസിലേക്ക് പായസം നൽകി സ്വതക ചെയ്ത സഹോദരൻ അവരെ കുടുംബത്തിന് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. പൊന്നുമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ പൊന്നുപോലെ നോക്കിയ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ റബ്ബേ. ഞങ്ങളെ പൊന്നുപോലെ നോക്കി ഇൽമ പഠിപ്പിച്ച ഞങ്ങളെ ഉസ്താദുമാര് അവരുടെ ഉഖറവിയായ ദർജ നീ ഉയർത്തണം അല്ലാഹ്. അവര് പഠിപ്പിച്ച ഇൽമുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ ഖബർ നീ സ്വർഗീയ പൂന്തോപ്പാക്കണേ റഹ്മാനേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർക്ക്, മഹല്ല് ഉമറാക്കൾക്ക്, മജ്ലിസിലുള്ള എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റബ്ബേ, ദീർഘായുസ് നൽകണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ സന്തോഷത്തോടെ നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ സ്വർഗം നൽകണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസ് നിന്റെ ഔദാര്യമായി നൽകണേ അല്ലാഹ്. പരലോകത്ത് ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുത് റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, നല്ല മരണം നൽകണേ അല്ലാഹ്, നല്ല ജീവിതം നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് നിന്റെ പൊന്നാര നബിയുടെ പൂമുഖം കണ്ട് സ്വർഗം കണ്ട് മരണപ്പെടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഅല്ലിമിന്റെ കവർ, ആ ലക്കോട്ട് കവർ നാളെ ഓരോ ക്ലാസ്സിലെയും ഉസ്താദുമാര് നിങ്ങളെ കയ്യിലേക്ക് തരും. നാളെ നിങ്ങളെ കയ്യിലേക്ക് ഓരോ ക്ലാസ്സിൽ ഉസ്താദുമാര് നൽകും. പിറ്റേ ദിവസം 2 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങളത് തിരിച്ച് ഇൻഷാ അല്ലാഹ് കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്തും. എല്ലാവരും പായസം കുടിച്ചിട്ടേ പോവാൻ പാടും. രണ്ടാമത്തെ ഷിഫ്റ്റിലുള്ള 2ാമത്തെ ബാച്ചിലുള്ള കുട്ടികൾ പായസം കുടിച്ച് ക്ലാസ്സിലേക്ക് കയറിയിരിക്കണം. 2ാം ബാച്ചിലുള്ള 1 മുതൽ 5 വരെയുള്ള എല്ലാ ക്ലാസ്സിലെ കുട്ടികളും ക്ലാസ് റൂമിലേക്ക് പായസം കുടിച്ച് ക്ലാസ് റൂമിലേക്ക് കയറിയിരിക്കണം. ഹാജർ ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും. അഞ്ചില്